നമസ്കാരം. എനിക്ക് രാഹുലിനെ ഇഷ്ടമാണ്, എനിക്കത് സ്നേഹമാണ്, ആദരവുണ്ട്. പക്ഷേ കോൺഗ്രസിനെ തകർക്കുന്ന രീതി സമീപനം എടുക്കരുത്. അതിലൊരു ഉദാഹരണം, അദ്ദേഹം പാർലമെൻറ്റ് വരുന്നതാണ്. അപ്പോൾ അത് പാർലമെൻറ്റിൽ എഴുന്നേറ്റ് 2 വാക്ക് പറഞ്ഞ് ലോകം മുഴുവൻ കേൾക്കും. പക്ഷേ അദ്ദേഹം പാർലമെൻറ്റ് വന്നാൽ 1-2 മിനിറ്റത്തിൽ അദ്ദേഹം മൊബൈലെടുത്ത് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇവിടെ വന്നാൽ നിങ്ങൾ ഈ മൊബൈൽ ഉപയോഗിച്ചുള്ള കളി വേണ്ട, പുറത്ത് ചെയ്തു. അതുപോലെ സഹപ്രവർത്തകരോട് പെരുമാറി. ഇപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞാനും ഉമ്മൻചാണ്ടിയുണ്ട് രാഹുലിനെ കാണാൻ കഴിയും. സമയം തന്നിട്ടാണ് ഞങ്ങൾ ഇരുമ്പോൾ പുള്ളി പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുക. അപ്പോൾ ഉമ്മൻചാണ്ടി നിന്നുകൊണ്ട് ഇതേ കസേരയിൽ ഇരുന്നുകൊണ്ട് പട്ടിക്ക് കൊടുക്കുന്നു. ഉമ്മൻചാണ്ടി ഞാൻ നിന്നുകൊണ്ട് പറയുന്നു. ഇത് കഴിഞ്ഞ് പുള്ളി പട്ടി പോകണം എൻ്റെ പറയുമോ, ഞങ്ങളെൻ്റെ പറയുമോ. ഉമ്മൻചാണ്ടി പോയതിനു ശേഷം ഞാൻ പറയാം, ദിസ് ഇസ് നോട്ട് കറക്റ്റ്. യു ഹാവ് ബീൻ ടോക്കിംഗ് ടു വൺ ഓഫ് ദ ടോളസ്റ്റ് ലീഡർ ഇൻ ദ കൺട്രി, മിസ് ഉമ്മൻചാണ്ടി. യു ആർ ഗിവൺ ദ ടൈം. അന്ന് എനിക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എത്രയോ വർഷക്കാലം കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ആൾ, MLA ആയി, MP ആയി, മന്ത്രിയായിരുന്ന ആൾ, ഒരു കാലത്ത് ഹൈക്കമാൻഡിലൊക്കെ വലിയ ഉണ്ടായിരുന്ന ആൾ, ആ പിടിപാടിന് വേണ്ടി ഇവിടുത്തെ തിരുത എന്ന മീൻ ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ കറി വെച്ചൊക്കെ അവിടെ കൊണ്ട് കൊടുത്ത് സീറ്റ് ഒപ്പിച്ചത് എന്നൊക്കെ അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ പറഞ്ഞ് സോഷ്യൽ മീഡിയയൊക്കെ തിരുത തോമ എന്നൊക്കെ വിളിക്കുന്ന KV തോമസ് എന്ന ഒരു കാലത്തെ കോൺഗ്രസ് നേതാവിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉമ്മൻചാണ്ടിയുമായിട്ട് ഈ രാഹുൽ ഗാന്ധിയെ കാണാൻ ചെന്നപ്പോൾ അയാൾ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്ന അതിലായിരുന്നു ശ്രദ്ധ, അയാൾ പറയുന്നതൊക്കെ കേൾക്കുന്നതിലായിരുന്നില്ല എന്ന് പറയുകയും ഒടുവിൽ ഉമ്മൻചാണ്ടിയോട് ഇയാൾക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു എന്നൊക്കെ അയാൾ പറയുകയാണ്. ഇതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല, ഒരുപക്ഷെ നിങ്ങൾക്കും വലിയ അത്ഭുതമില്ലായിരിക്കാം. ഞാൻ അതിനകത്ത് ഉമ്മൻചാണ്ടിയുടെ ആ സഹനം അല്ലെങ്കിൽ ക്ഷമയെ അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിനന്ദിക്കുകയാണ്. മരിച്ചുപോയ ആൾ, ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ്. പക്ഷേ ആത്മാഭിമാനത്തിൻ്റെ കാര്യത്തിൽ ഇയാളെക്കാൾ കുറേ കൂടെ ഭേദമായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മ എന്ന ഇപ്പോഴത്തെ ആസാമിലെ മുഖ്യമന്ത്രി. ഇത് പറയാൻ കാരണം ആസാമിലെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളെപ്പറ്റിയും കോൺഗ്രസിൻ്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 2 ദിവസത്തോളം ഡൽഹിയിൽ കാത്തുകെട്ടി കിടന്നിട്ടാണ് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് ഇയാളെ കാണാൻ, അതായത് രാഹുൽ ഗാന്ധിയെ കാണാൻ അനുമതി കിട്ടിയത്. അങ്ങനെ രാഹുൽ ഗാന്ധിയെ കാണാൻ അനുമതി കിട്ടി രാഹുൽ ഗാന്ധിയോട് പോയി സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി തൻ്റെ പിടി എന്ന ഓമന പേരുള്ള നായക്കുട്ടിയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഉമ്മൻചാണ്ടിയും KV തോമസും ചെന്നപ്പോൾ എന്തായിരുന്നോ അവർ നേരിട്ട അവസ്ഥ, അത് തന്നെയായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് ഉണ്ടായത്. ആൾ അങ്ങേയറ്റം നിരാശനായി തിരിച്ച് റൂമിൽ പോയി വലിയ ചിന്താക്കുഴപ്പത്തിലും ആശയക്കുഴപ്പത്തിലുമായി. അവിടെ നിന്ന് നേരെ ആസാമിലേക്ക് പോയി. ആസാമിൽ ചെന്ന് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഹിമന്ത ബിശ്വ ശർമ്മയെ കാണാൻ വേണ്ടിയിട്ട് അമിത്ഷായുടെ ഒരു ദൂതനെത്തുന്നു. അന്ന് അമിത്ഷാ BJPയുടെ ദേശീയ പ്രസിഡന്റും ഒക്കെ ആയിരിക്കുന്ന സമയമാണ്. അമിത്ഷായുടെ ഒരു ദൂതൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുന്നു. പക്ഷേ ആദ്യ സമയത്ത് അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്തത്. BJPയിലേക്കുള്ള ക്ഷണമായിരുന്നു, നിരസിക്കുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് അയാൾക്ക് മനസ്സിലായി തനിക്ക് കിട്ടിയത് ആദ്യത്തെ ഒരു അവഗണനയൊന്നുമല്ല, ഇങ്ങനെ തന്നെയാണ് രാഹുൽ ഗാന്ധി ഒട്ടുമിക്കവരോടും പെരുമാറുന്നത്. അതൊക്കെ കൊണ്ടാണ് കപിൽ സിബൽ പോലുള്ള മുതിർന്ന നേതാക്കൾ, ഗുലാം നബി ആസാദും ഒക്കെ പിന്നീട് രാഹുൽ ഗാന്ധിയോട് ബൈ പറഞ്ഞു പോവുകയുണ്ടായി. അതേപോലെ തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യ, ആകെ സച്ചിൻ പൈലറ്റ് മാത്രമുണ്ട് അവരുടെ കൂടെ പറയാൻ പറ്റിയ പഴയകാല പേരുകളിലെ തലമുറക്കാരിൽ ഒരാളായിട്ട് സച്ചിൻ പൈലറ്റ് മാത്രമാണുള്ളത്. ബാക്കി എല്ലാവരും ഓരോ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയോട് ബൈ പറഞ്ഞു പോയി. അങ്ങനെ വീണ്ടും ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് നിരാശയായതിനു ശേഷമാണ് വീണ്ടും ഒരിക്കൽ കൂടി അമിത്ഷായുടെ ദൂതനുമായിട്ട് സംസാരിക്കുന്നു. പിന്നെ അമിത്ഷാ ആയിട്ട് നേരിട്ട് സംസാരിക്കുന്നു. പിന്നെ നമ്മൾ രാജ്യം കേൾക്കുന്നത് കോൺഗ്രസ്സുകാരനായിരുന്ന വലിയ അനുഭവ പരിചയമുള്ള ആസാമിലെ അനിശ്ചിത നേതാവായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മ BJPയിൽ ചേർന്നു എന്ന വാർത്തയാണ്. പിന്നെയാണ് അതിൻ്റെ വലിയ ടിസ്റ്റ് നടക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പ് അവിടെ ആസാമിൽ നടക്കുന്നു. അപ്പോൾ BJPയെ നയിച്ചുകൊണ്ടിരുന്ന മുന്നണി നയിച്ചുകൊണ്ട് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ എന്ന മുഖ്യമന്ത്രി വീണ്ടും ജയിച്ചു, ആ മുന്നണി ഭരണത്തിൽ എത്തുന്നു. പക്ഷേ അപ്പോഴേക്കും കേന്ദ്രത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് വിളി വരുന്നു. കേന്ദ്രമന്ത്രിയാവാൻ വേണ്ടിയിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യാതെ നേരെ കേന്ദ്രത്തിലേക്ക് പോകുന്നു. അവിടെ പോയി കേന്ദ്രമന്ത്രിയാവുന്നു. ഇവിടെ പകരം ഹിമന്ത ബിശ്വ ശർമ്മ എന്ന പഴയ കോൺഗ്രസ്സുകാരൻ BJPയുടെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേൽക്കുന്നു. ആ വ്യക്തി തന്നെയാണ് ഇപ്പോഴും അവിടെ ഭരിക്കുന്നത്. ആ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. അവിടെയുള്ള കോൺഗ്രസ്സുകാരിൽ ഒരു 30 പേരെങ്കിലും MLA ആയിട്ട് ജയിച്ചു വന്നാൽ അതിൽ ഒരാളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഞാൻ BJP ആക്കുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞ വ്യക്തിയാണ്. കാര്യം അത്രയും ആത്മവിശ്വാസമുള്ള മനുഷ്യനാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കോൺഗ്രസിന് എത്ര വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്ന്. ആ നഷ്ടം വരാനുള്ള കാരണം തന്നെ ഈ നിരുത്തരവാദപരമായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പെരുമാറ്റങ്ങളാണ്. അപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മയോട് മാത്രമല്ല, സാക്ഷാൽ ഉമ്മൻചാണ്ടിയോടും KV തോമസിനോടും വരെ അയാൾ അങ്ങനെ തന്നെയാണ് പെരുമാറിയത്. അയാൾക്ക്
രാജ്യത്തിൻ്റെ കാര്യമോ പാർട്ടിയുടെ കാര്യമോ അല്ല പ്രാധാന്യം. അയാൾ കളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പിടി എന്ന ഈ നായക്കുട്ടിയും പിന്നീട് അയാളുടെ കൂടെ ഉള്ള വേറെ ഒരു നായക്കുട്ടിയൊക്കെ ബിസ്ക്കറ്റ് കൊടുക്കുന്നതും കളിപ്പിക്കുന്നതാണ് അയാൾക്ക്. എങ്കിൽ ഇയാളെ അതിന് പറഞ്ഞു വിടുവോ? അതുമില്ല. വെറുതെ നമ്മളെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചേൽപ്പിച്ച് തന്നിരിക്കുകയാണ്. ഇനിയും കോൺഗ്രസിൻ്റെ നേതാക്കൾ അവിടെ നിന്ന് ചാടിപ്പോയാലും ഒരു അത്ഭുതവുമില്ല.